ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു മികച്ച സസ്പെൻസ് ആൻഡ് ക്രൈം ത്രില്ലർ ആശയവുമായി വന്ന ETV Win ആപ്പിൽ സ്ട്രീം ചെയ്യുന്ന വൈഫ് ഓഫ് എന്ന സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രധാന കഥാപാത്രമായ അവനിയെ കാണിക്കുന്നു. ഒരു ദിവസം രാത്രി അവനി മനോഹരമായി വസ്ത്രം ധരിച്ച് ഒരു ഹൈവേയുടെ ഓരത്ത് ഫോണിലെ ടോർച്ച് ലൈറ്റ് ഓണും ഓഫും ആക്കി നിൽക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ബൈക്കിൽ വന്ന ഒരാൾ ടോർച്ച് ലൈറ്റ് അടിച്ച് അവനിയുടെ മുഖം നോക്കി റേറ്റ് എത്രയാണ് എന്ന് ചോദിക്കുന്നു. അവനി അയാളുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കിയിട്ട് 1 മണിക്കൂറിന് 50,000 എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട അയാൾ ഈ പണത്തിന് 1 മാസത്തേക്കുള്ള പെൺകുട്ടികളെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവനി വീണ്ടും ടോർച്ച് ലൈറ്റ് ഓണും ഓഫും ആക്കി നിൽക്കുന്നു. പലരും അവളോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവനി വില 50,000 നിന്ന് 30,000, 25,000, 15,000 എന്നിങ്ങനെ കുറിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ബൈക്കിൽ വന്ന ഒരാൾ അവനിയുടെ അടുത്ത് വന്ന് റേറ്റ് ചോദിച്ചപ്പോൾ അവനി 1000 എന്ന് പറഞ്ഞു. അയാൾ 1 മണിക്കൂറിനോ എന്ന് ചോദിച്ചപ്പോൾ അവനി 1 രാത്രി മുഴുവൻ എന്ന് മറുപടി നൽകി. രവി എന്ന പേരുള്ള അയാൾ അവനിയെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി ചോദിക്കുന്നു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കണ്ടാൽ പഠിപ്പുള്ളവളാണെന്ന് തോന്നുന്നു, എന്നിട്ടും 1000 രൂപയ്ക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരു പെണ്ണും ഈ തൊഴിലിലേക്ക് ഇഷ്ടപ്പെട്ടു വരില്ല, ആവശ്യങ്ങൾ കൊണ്ടാണ് വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തോ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ആ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട അവനി നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. സീൻ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ അവനി ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ പുലർച്ചെ അവളുടെ സുഹൃത്തുക്കൾ വന്ന് മുഖത്ത് വെള്ളം തളിച്ച് അവളെ എഴുന്നേൽപ്പിക്കുന്നു. അവർ അവളെ ഒരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോയിൽ അവനി ഒരു പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. വീഡിയോ കണ്ട് ഞെട്ടിയ അവനി ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ അവളുടെ സുഹൃത്ത് ഇന്നലെ രാത്രി നീ തന്നെ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ ആ വീഡിയോയെ കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുകയും അവനിയെ അറസ്റ്റ് ചെയ്യാൻ അവളുടെ ഫ്ളാറ്റിലേക്ക് വരികയും ചെയ്യുന്നു. അവരെ കണ്ട് അവനി പേടിച്ച് റൂമിൽ ഒളിക്കുന്നു. പോലീസ് അവളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവനി ഇന്നലെ രാത്രി മുതൽ റൂമിലില്ലെന്നും എവിടെ പോയെന്ന് താങ്കൾക്ക് അറിയില്ലെന്നും അവർ പറയുന്നു. പോലീസ് റൂമുകൾ പരിശോധിക്കുന്നതിനിടയിൽ അവനെ ഒളിച്ചിരിക്കുന്ന റൂമിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ പേടിച്ച് അവിടെയുണ്ടായിരുന്ന കത്തിയെടുത്ത് പോലീസുകാരനെ കുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്ക്രീനിൽ തുടരും, അതായത് ടു ബി കണ്ടിന്യൂഡ് എന്ന് എഴുതി കാണിക്കുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ അത് അവനി അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതുവരെ കണ്ട അവനിയും അവളുടെ സുഹൃത്ത് അബിയും ഷോർട്ട് ഫിലിം വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അവനി അബിയോട് ഫുൾ എപ്പിസോഡ് എപ്പോൾ കാണിക്കും എന്ന് ചോദിച്ചപ്പോൾ എഡിറ്റിംഗ് പൂർത്തിയായാൽ ഉടൻ കാണിക്കാം എന്ന് അബി മറുപടി നൽകുന്നു. അവനിയും സുഹൃത്തും അവിടെ നിന്ന് പോകുമ്പോൾ അബി അവനിക്ക് ഒരു കത്ത് കൊടുത്തിട്ട് വീട്ടിൽ ചെന്ന് വായിക്കാൻ പറയുന്നു. ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അബി അവനിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. അബി ഒരു സംവിധായകനാകണമെന്ന ആഗ്രഹത്തോടെ നഗരത്തിൽ വന്ന് തന്റെ സുഹൃത്തിന്റെ റൂമിൽ താമസിക്കുകയായിരുന്നു. അതേ കോളനിയിലാണ് അവനിയും താമസിച്ചിരുന്നത്. അബി ആദ്യ കാഴ്ചയിൽ തന്നെ അവനിയെ ഇഷ്ടപ്പെടുകയും അവളെ പിന്തുടരാൻ തുടങ്ങുകയും ചെയ്തു. അവനിയും അബിയെ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ സംസാരിച്ചിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബി ധൈര്യം സംഭരിച്ച് അവനിയോട് സംസാരിക്കുന്നു. അപ്പോൾ അവനി അവനോട് നിങ്ങൾ എപ്പോഴും വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്നു. അതിനബി എനിക്ക് സംവിധാനം വളരെ ഇഷ്ടമാണ്, 2 വർഷമായി ശ്രമിക്കുന്നു, ഒരു നല്ല അവസരത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട അവനി എനിക്കും അഭിനയം ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങളൊരു ഇടത്തരം കുടുംബമായതുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ടി വരുന്നു. ഇത് കേട്ട അബി നിങ്ങൾ അഭിനയിക്കുമോ? എങ്കിൽ ഞാൻ സംവിധായകനായി, നിങ്ങൾ നായികയായി നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം. പ്ലീസ് എനിക്കൊരു ഡെമോ ആയിട്ടെങ്കിലും ഇത് ഉപയോഗിക്കാമെന്ന് അപേക്ഷിക്കുന്നു. അവനി ആദ്യം സമ്മതിക്കുന്നില്ല, പക്ഷെ അബിയുടെ നിരന്തരമായ അപേക്ഷ കാരണം സമ്മതിക്കുന്നു. പക്ഷെ ഒരു നിബന്ധന വെക്കുന്നുണ്ട്, ഈ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത്, പിന്നെ ഈ കഥയിൽ ഞാൻ 2 പേരെയെങ്കിലും കൊല്ലണം. അത് കേട്ട് അബി സമ്മതിച്ച് അങ്ങനെ ഒരു കഥ എഴുതിയതാണ് ഈ ഷോർട്ട് ഫിലിം ചിത്രീകരിച്ചത്. തിരികെ പ്രസന്റ് ടൈമിലേക്ക് എത്തുമ്പോൾ വീട്ടിലെത്തിയ അവനി അബി കൊടുത്ത കത്ത് തുറന്ന് വായിക്കുന്നു. അതിൽ അബി അവളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എഴുതിയിരുന്നു. അവനിക്കും അവനെ ഇഷ്ടമാണെങ്കിൽ ഈ വെള്ളിയാഴ്ച കോഫി ഷോപ്പിൽ വരണമെന്നും അപ്പോൾ താൻ പ്രപ്പോസ് ചെയ്യാമെന്നും എഴുതിയിരുന്നു. അബിയെ ഇഷ്ടമായിരുന്നത് കൊണ്ട് അവനിയും സന്തോഷിക്കുന്നു. കട്ട് ചെയ്ത് അടുത്ത സീനിൽ വെള്ളിയാഴ്ച ദിവസം അബി കോഫി ഷോപ്പിൽ അവനിക്കായി സന്തോഷത്തോടെ കാത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം അവനി അവിടേക്ക് വരുന്നു. അവളെ കണ്ട അബി സന്തോഷിച്ച് തന്റെ പോക്കറ്റിൽ നിന്ന് മോതിരം പുറത്തെടുത്ത് വിൽ യു മാരി മീ എന്ന് ചോദിക്കുന്നതിന് മുൻപായി ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. അവനി അബിക്ക് തന്റെ വിവാഹ ക്ഷണക്കത്ത് നൽകിയിട്ട് 10 ദിവസത്തിനുള്ളിൽ എന്റെ വിവാഹമാണ് എന്ന് പറയുന്നു. ആ കാർഡ് കണ്ട അബിക്ക് വല്ലാത്ത വിഷമമാകുന്നു. അപ്പോൾ അവനി പറയുന്നു, നിന്നെ പരിചയപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി,
ഒരു പക്ഷെ ഭാവിയിൽ ഞാൻ നിനക്ക് ഇതുപോലൊരു കത്ത് എഴുതിയേനെ. പക്ഷെ നീ കത്ത് തന്നതിന്റെ പിറ്റേ ദിവസമാണ് എന്റെ ഈ വിവാഹം ഉറപ്പിച്ചത്. അത് കേട്ട് അബി മനസ്സിൽ ചോദിക്കുന്നു, എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നീ എങ്ങനെ ഈ വിവാഹത്തിന് സമ്മതിച്ചു? അതിന് അവന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം ഞാൻ നിന്നോട് പറയണം അബി. എന്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി. അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹത്തോടെയാണ് വളർത്തിയത്. എന്റെ ലോകം അച്ഛനായിരുന്നു. 4 വർഷം മുൻപ് ഒരു ദിവസം അച്ഛന് സുഖമില്ലാത്ത ബോധം നഷ്ടപ്പെട്ടപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ബൈപ്പാസ് സർജറി വേണമെന്നും അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോകുമെന്നും പറഞ്ഞു. സർജറിക്ക് 2.5 ലക്ഷം രൂപ ചിലവാകുമെന്നും എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. ഇത് കേട്ട് അവനി ഉടൻ വീട്ടിൽ പോയി കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും വിറ്റ് 2 ലക്ഷം രൂപ സംഘടിപ്പിച്ചു. ആ പണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗണ്ടറിൽ അടച്ചപ്പോൾ മുഴുവൻ പണവും അടച്ചാലേ സർജറി തുടങ്ങൂ എന്നും നാളെ രാവിലേക്കകം പണം അടയ്ക്കണമെന്നും അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവനി വിഷമിച്ചു. ബാക്കിയുള്ള 50,000 രൂപയ്ക്കായി അവൾ തന്റെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും വിളിച്ച് സഹായം ചോദിച്ചു. പക്ഷെ ആരും സഹായിച്ചില്ല. മറുഭാഗത്ത് ഹോസ്പിറ്റൽ സ്റ്റാഫ് വിളിച്ച് പണം അടയ്ക്കാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. അച്ഛനെ രക്ഷിക്കാൻ 50,000 രൂപയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ റോഡ് അരികിലിരുന്ന് കരഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് സ്ത്രീകൾ റോഡ് അരികിൽ നിന്ന് ടോർച്ച് ലൈറ്റ് ഓണും ഓഫും ആക്കുന്നത് അവൾ കണ്ടു. കുറച്ചു പേർ അവരുടെ അടുത്തേക്ക് വന്ന് വിലപേശി അവരെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് കണ്ട അവനിക്ക് അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ പണത്തിന് വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. അവളും അവിടേക്ക് പോയി തന്റെ ദുപ്പട്ട മാറ്റി നിന്നു. അപ്പോൾ ബൈക്കിൽ വന്ന ഒരാൾ റേറ്റ് ചോദിച്ചപ്പോൾ 50,000 എന്ന് പറഞ്ഞു. അയാൾ 50,000 തന്നാൽ ഒരു മാസത്തേക്ക് പെൺകുട്ടികളെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അതിനവനി എങ്കിൽ ആ ഒരു മാസം ഞാൻ വരാം എന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ച് അവളെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അവനിയുടെ അമ്മാവൻ ഫോൺ ചെയ്ത്, എനിക്കിപ്പോഴാണ് വിവരം കിട്ടിയത്, ഞാൻ പണവുമായി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് അവനിക്ക് വല്ലാത്ത സന്തോഷമായി. ഉടൻ ഹോസ്പിറ്റലിൽ പോയി പണം അടച്ച് അച്ഛന്റെ ഓപ്പറേഷൻ നടത്തി അദ്ദേഹത്തെ രക്ഷിച്ചു. കഥ ഇനി പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത്. അവനെ നടന്നതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിച്ച അമ്മാവൻ തിരികെ ഞങ്ങളോടൊന്നും ചോദിച്ചില്ല. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അദ്ദേഹത്തിന്റെ മകനെ വിവാഹം കഴിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്റെ ചെറുപ്പം മുതലേ എനിക്കിഷ്ടമുള്ള എന്റെ മുറച്ചെറുക്കൻ റാമിനെയാണ്. അബി, നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവൾ പോകുന്നു. അബിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. കട്ട് ചെയ്ത് അടുത്ത സീനിൽ അവനിയുടെയും റാമിന്റെയും വിവാഹം നടക്കുന്നു. അവനെ വളരെ സന്തോഷവതിയായിരുന്നു. ഒരാഴ്ച കടന്നുപോയി. അവന് എല്ലാ രാത്രിയിലും സ്നേഹത്തോടെ ഭർത്താവ് റാമിന്റെ അടുത്തേക്ക് വരുമ്പോൾ റാം അതിനു മുൻപേ ഉറങ്ങിയിരിക്കും. ഒരു ദിവസം അർദ്ധരാത്രിയിൽ അവനെ ഉണർന്ന് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ കട്ടിലിൽ ഭർത്താവ് ഉണ്ടായിരുന്നില്ല. അവൾക്കൊന്നും മനസ്സിലായില്ല. വാഷ്റൂമിൽ പോയിരിക്കുമെന്ന് കരുതി അവൾ വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ മറ്റൊരു മുറിയിൽ നിന്ന് അവളുടെ ഭർത്താവും വേറൊരു പെൺകുട്ടിയും അടുത്തിടപഴകുന്നതിന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി. അവരുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് വിവാഹത്തിന് മുൻപേ മറ്റൊരു പെൺകുട്ടിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്നും അതിപ്പോഴും തുടരുന്നുണ്ടെന്നും. ഇത് മനസ്സിലാക്കിയ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ ജീവിതം ഇങ്ങനെ ആയതിൽ അവൾ വല്ലാതെ വിഷമിച്ചു തുടങ്ങി. ഇതെല്ലാം കേട്ട് രവി ചോദിച്ചു, ഇങ്ങനെ ഒരു ഭാര്യയുണ്ടായിട്ടും അയാൾക്ക് വേറെ അവിഹിതമോ? സത്യം അറിഞ്ഞതിനു ശേഷം നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അതിനവനി വാഷ്റൂമിൽ പോയി വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു പോകുന്നു. രവി അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞെട്ടിക്കുന്നൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. അവന് പുറകിൽ നിന്ന് വന്ന് രവിയുടെ കഴുത്തിൽ കയറ് മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. എന്റെ ആവശ്യം എന്താണെന്ന് നീ ചോദിച്ചില്ലടാ, നിന്റെ മരണമാണ് എന്റെ ആവശ്യം എന്ന് പറഞ്ഞ് അവൾ രവിയെ കൊന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ അവനി ഒരു ചായക്കടയിൽ ചെന്ന് അവിടുത്തെ സ്ത്രീയോട് കഞ്ചാവ് ചോദിക്കുന്നു. ആരും കാണാതെ ആ സ്ത്രീ ഒരു കഞ്ചാവ് പാക്കറ്റ് അവൾക്ക് നൽകി. അത് കണ്ട അവനി എനിക്ക് ഫസ്റ്റ് ക്ലാസ് പ്യോർ കഞ്ചാവ് വേണം എന്നാവശ്യപ്പെട്ടു. അതിന് ആ സ്ത്രീ, നിനക്ക് പ്യോർ കഞ്ചാവ് വേണമെങ്കിൽ ദാസിനെ പോയി കാണൂ എന്ന് പറഞ്ഞ് ദാസിന്റെ വിലാസം നൽകുന്നു. അവനി ആ വിലാസത്തിൽ പോയി ദാസിനെ കണ്ട് തനിക്ക് പ്യോർ കഞ്ചാവ് വേണമെന്ന് പറഞ്ഞു. ദാസ് അവൾക്ക് പാക്കറ്റ് കൊടുത്ത് പണം വാങ്ങി അവളെ തന്നെ നോക്കി നിന്നു. അപ്പോൾ അവനിക്ക് അവളുടെ സുഹൃത്ത് ഫോൺ ചെയ്ത് അത്യാവശ്യമായി പുറത്തു പോകേണ്ടി വന്നു, പ്ലാൻ ക്യാൻസൽ എന്ന് പറയുന്നു. ഇത് കേട്ട് അവനി നിരാശയായി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ദാസ് അവളോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവനി നടന്നതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് കൂട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ഇത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ദാസ്, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ കമ്പനി തരാം എന്ന് പറഞ്ഞു. അവനെ സമ്മതിച്ച് ദാസിനെ തന്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി. കട്ട് ചെയ്ത് അടുത്ത സീനിൽ ദാസ് അവനിയെ നോക്കി കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നു. അവനെ ഡള്ളായിരിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു, എന്താ ഉപയോഗിക്കാത്തത്? നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? ഭർത്താവ് വീട്ടിലില്ലേ? എവിടെ പോയി? അത് കേട്ട അവനി, അതൊരു വലിയ കഥയാണെന്ന് പറഞ്ഞു. അതിന് ദാസ്, എങ്കിൽ ആ കഥ എനിക്ക് പറഞ്ഞതാ, ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനി നടന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. തന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് അറിഞ്ഞ അവനി ഒരുപാട് വേദനിച്ചു. ഈ സത്യം ആരോട് പറയണമെന്നറിയാതെ അവൾ ഉള്ളിൽ കരഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവ് അവളെ ശ്രദ്ധിക്കാതെയായി.
എപ്പോഴും ആ പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്യുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അവൾക്ക് ദേഷ്യം വന്ന് ഒരു ദിവസം ഭർത്താവിനോട് ഇതേക്കുറിച്ച് ചോദിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതേസമയം അവളുടെ അമ്മായിയച്ഛൻ നാട്ടിൽ നിന്ന് വന്ന് അവരോടൊപ്പം കുറച്ചു ദിവസം താമസിക്കാൻ തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ നിശബ്ദയായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമ്മായിയച്ഛൻ തിരികെ നാട്ടിലേക്ക് പോയി. അന്ന് രാത്രി റാമിന് തന്റെ കാമുകിക്ക് ഫോൺ ചെയ്ത് അച്ഛൻ ഇന്ന് പോയി, ഇന്ന് രാത്രി ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത് അവന് കേട്ടു. ദേഷ്യത്തോടെ അവൾ ഭർത്താവിന്റെ കരണത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എങ്കിൽ നിനക്ക് അവളെ തന്നെ കല്യാണം കഴിക്കാമായിരുന്നില്ലേ? എന്നെ കല്യാണം കഴിച്ച് എന്റെ ജീവിതം എന്തിനു നശിപ്പിച്ചു? നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ അമ്മായിയച്ഛനോട് പറയും. ഇത് കേട്ട ഭർത്താവിന് ദേഷ്യം വന്ന് അവളെ ക്രൂരമായി മർദ്ദിച്ചു. എന്നെ അടിക്കരുത് എന്ന് അവൾ എത്ര അപേക്ഷിച്ചിട്ടും അയാൾ അവളെ ക്രൂരമായി അടിച്ച് ഒരു ഫ്രിഡ്ജിലിട്ട് പൂട്ടി. എന്നിട്ട് തന്റെ കാമുകിയുമായി അയാൾ സമയം ചിലവഴിച്ചു. മറുഭാഗത്ത് അവൻ ഈ ഫ്രിഡ്ജിൽ തണുപ്പ് കൊണ്ട് ശരീരം മരവിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഏറെ നേരം കഴിഞ്ഞ് അവനെ മരിക്കാറായ അവസ്ഥയിലെത്തിയപ്പോൾ ഭർത്താവ് വന്ന് ഫ്രിഡ്ജിന്റെ ഡോർ തുറന്ന് തന്റെ റൂമിൽ പോയി കിടന്നു. ഫ്രിഡ്ജിൽ നിന്ന് പതുക്കെ പുറത്തു വന്ന അവനി കരഞ്ഞുകൊണ്ട് റൂമിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഭർത്താവ് വാതിൽ തുറന്നില്ല. അവനി അടുക്കളയിൽ പോയി തീ കാഞ്ഞ് തണുപ്പ് മാറ്റി. ഒരുപാട് ആലോചിച്ച ശേഷം അവനി ഒരു പ്ലാൻ തയ്യാറാക്കി. ഭർത്താവിനെ ഒരു പാഠം പഠിപ്പിക്കാനും അയാൾ ചെയ്യുന്ന തെറ്റ് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവൾ അബിയോട് കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞ ശേഷം അബിയെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അവർ ഒരു മുറിയിൽ കയറി റൊമാൻസ് ചെയ്യുന്നത് പോലെ ശബ്ദമുണ്ടാക്കി ഭർത്താവിനെ കേൾപ്പിച്ചു. അതുപോലെ അബിയുമായി ഫോണിനടുത്ത് സംസാരിച്ചും തന്റെ ഭർത്താവ് കാമുകിയോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ അവൾ അബിയോടും പെരുമാറി. ഇതെല്ലാം കണ്ട റാമിന് ദേഷ്യം വന്നുവെങ്കിലും അവൻ അവനോട് ഒന്നും പറഞ്ഞില്ല. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം റാം ഫോണിൽ സംസാരിച്ച് ദേഷ്യത്തോടെ ഫോൺ എറിഞ്ഞുടച്ച് റൂമിൽ കയറി കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അത് കണ്ട് അവനി ഞെട്ടിപ്പോയി. ഉടനെ അവനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നൽകി. ഇവിടെയാണ് അവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അവന്റെ കാമുകി പ്രീതിക്ക് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചത് കൊണ്ടാണ് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന്. അടുത്ത സീനിൽ അവനെ ഭർത്താവിന് ചികിത്സ നൽകി വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവനോട് പറഞ്ഞു, മുറച്ചെറുക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ 2ാം ക്ലാസ്സിൽ വെച്ച് നീ എന്നെ അടിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് നിന്നെ ചീത്ത പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മുറച്ചെറുക്കനെ ഒന്നും പറയരുത്, കാരണം വലുതാകുമ്പോൾ അവനാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അന്ന് മുതൽ ഞാൻ നിന്നെ മുറച്ചെറുക്കനായല്ല ഭർത്താവായാണ് കണ്ടത്. നിന്നോട് എനിക്ക് ജീവനേക്കാൾ ഇഷ്ടം കൂടി വന്നു. എപ്പോഴും നിന്നെക്കുറിച്ചായിരുന്നു എന്റെ ചിന്ത. എന്നാൽ സ്കൂൾ കാലത്ത് ഞാനൊരു കാര്യം അറിഞ്ഞു. നീ നിന്റെ ക്ലാസ്മേറ്റ് ആയ പ്രീതി എന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചോദിക്കാമെന്ന് വെച്ചാൽ അപ്പോഴേക്കും അമ്മ മരിച്ചിരുന്നു. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നിന്നിൽ നിന്ന് അകന്നു നിന്നു. അന്നു മുതൽ നിന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ 6 മാസം മുൻപാണ് അബി എന്നൊരാളെ ഞാൻ പരിചയപ്പെട്ടത്. ആ വിവരം അവനോട് പറയുന്നതിന് മുൻപാണ് അമ്മാവൻ നിന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടത്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഞാൻ സമ്മതിച്ചു. കാരണം എന്റെ മനസ്സിൽ ചെറുപ്പത്തിലേ ഞാൻ നിന്നെ വിവാഹം കഴിച്ചിരുന്നു. എന്നെ വിവാഹം കഴിച്ചിട്ട് നീ വേറൊരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കുമ്പോൾ ഞാൻ നിശബ്ദയായിരിക്കുന്നത് സഹിക്കുന്നത് കൊണ്ടല്ല, സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ നിന്നെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു മുറച്ചെറുക്ക. ഇപ്പോഴെന്താ? ആ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞു പോകട്ടെ. നിനക്ക് ഞാനില്ലേ? ഞാൻ നിന്നെ എന്റെ നെഞ്ചോട് ചേർത്ത് നോക്കിക്കോളാം. ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ വികാരാധീനയായി. ഇതെല്ലാം കേട്ട ഭർത്താവും വികാരാധീനനായി അവളെ കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി ഇരുവരും സന്തോഷത്തോടെ ഉറങ്ങി. സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ അവന് തന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നെന്നും ഭർത്താവും ഒത്ത് സന്തോഷമായിരിക്കാം എന്നും കരുതി മാർക്കറ്റിൽ പോയി പച്ചക്കറികൾ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് റാം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. അത് കണ്ട് അവനി നെഞ്ചു പൊട്ടി കരഞ്ഞു. പിന്നീട് ഭർത്താവിന്റെ മൃതദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി. സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം അവനെ വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ അമ്മായിയച്ഛൻ വന്ന് പറയുന്നു, എന്നോട് ക്ഷമിക്കണം മോളെ. എന്റെ മകൻ ഒരു പെണ്ണിന്റെ മായയിൽപ്പെട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. നീ എന്റെ വാക്ക് തട്ടിക്കളയാൻ പറ്റാത്തത് കൊണ്ടാണ് അവനെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് വിഷമിച്ച് മറ്റൊരു റൂമിലേക്ക് പോയിരിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവന് ഡ്രസ്സ് മാറാനായി അലമാര തുറന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് അവളെ കാത്തിരുന്നു. ആ അലമാരയിൽ അവളുടെ ഭർത്താവ് സ്നേഹിച്ച് അവിഹിത ബന്ധം പുലർത്തിയ അതേ പ്രീതി എന്ന പെൺകുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. അത് കണ്ട് അവന് ഞെട്ടിത്തെറിച്ചുപോയി. കഥ ഇനി പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഇതെല്ലാം കേട്ട് ദാസ് ഞെട്ടി. അപ്പോൾ ആ അവനി നീ തന്നെയാണോ എന്ന് ചോദിച്ച് രക്തം ഛർദ്ദിച്ച് അവിടെ തന്നെ മരിച്ചു വീണു. കാരണം അതിനു മുൻപേ അവനി ദാസ് കുടിച്ച ജ്യൂസിൽ വിഷം കലർത്തിയിരുന്നു. ദാസിന്റെ മൃതദേഹം കണ്ട് അവനി സന്തോഷിച്ചു. അടുത്ത സീനിൽ പ്രീതിയുടെ മൃതദേഹം കണ്ട് ഞെട്ടിയ അവനി എന്ത് ചെയ്യണമെന്നറിയാതെ അബിയെ വിളിച്ച് വിവരം പറഞ്ഞ ഉടൻ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അബി ഉടൻ അവനിയുടെ വീട്ടിലെത്തി. അവനി അലമാരയിലുണ്ടായിരുന്ന പ്രീതിയുടെ മൃതദേഹം അബിക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് ഞെട്ടിയ അബി പറഞ്ഞു, അപ്പോൾ നിന്റെ ഭർത്താവ് അവൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് മറ്റൊരാളുമായി വിവാഹമായപ്പോൾ
അവളെ കൊന്നിട്ട് പിന്നീട് സ്വയം വിഷം കഴിച്ച് മരിച്ചതാണല്ലേ. അവനി അബിയോട് ഈ മൃതദേഹം നമ്മൾ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞു. അബി അതേ വീട്ടിലുണ്ടായിരുന്ന ഒരു വലിയ ട്രങ്ക് പെട്ടിയിൽ പ്രീതിയുടെ മൃതദേഹം വെച്ച് കാറിൽ നാടിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ പ്രീതിയുടെ മൃതദേഹം കുഴിച്ചിടാൻ അബി കുഴി കുഴിക്കുമ്പോൾ അവന് വല്ലാത്ത ടെൻഷനിലായിരുന്നു. അബി കുഴിച്ചതിന് ശേഷം അവനും അവനിയും ചേർന്ന് പ്രീതിയുടെ മൃതദേഹം കുഴിച്ചിടാനായി ട്രങ്ക് പെട്ടി തുറന്നപ്പോൾ അതിലും വലിയൊരു ട്വിസ്റ്റ്. അതിൽ പ്രീതിയുടെ മൃതദേഹം ഉണ്ടായിരുന്നില്ല. അവൻ ഞെട്ടി നിൽക്കുമ്പോൾ തലച്ചോറ് മരവിപ്പിക്കുന്ന മറ്റൊരു ട്വിസ്റ്റ് വെളിപ്പെടുന്നു. അവനെ ഒരു ഇരുമ്പ് തണ്ട് കൊണ്ട് അബിയുടെ തലയ്ക്കടിച്ചു. മാത്രമല്ല പ്രീതിയും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇരുവരെയും കണ്ട അബി ഞെട്ടി. അപ്പോൾ അവനെ അബിയെ വീണ്ടും അടിച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ടു. അബി അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ അവനോട് പറഞ്ഞു, എനിക്ക് സത്യം എങ്ങനെ മനസ്സിലായി എന്നാണോ നീ വിചാരിക്കുന്നത് അബി? എന്നിട്ട് അവൾ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കഥ കുറച്ച് മണിക്കൂറുകൾ പിന്നോട്ട് പോകുന്നുണ്ട്. അലമാരയിൽ പ്രീതിയെ കണ്ട അവനി അവൾ മരിച്ചെന്ന് കരുതി പേടിച്ചിരിക്കുമ്പോൾ പ്രീതിക്ക് ബോധം വന്ന് അവനിയോട് വെള്ളം ചോദിച്ചു. അവനി പ്രീതിക്ക് വെള്ളം കൊടുത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പ്രീതി കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അന്ന് അവനി അബിയെ കണ്ട് തന്റെ വിവാഹം ഉറപ്പിച്ച കാര്യം പറഞ്ഞ് വിവാഹ ക്ഷണക്കത്ത് കൊടുത്തു പോയതിനു ശേഷം അബി അവനിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ തീരുമാനിച്ചു. അതിനായി ഒരു പദ്ധതിയിട്ട് തന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ രണ്ടുപേരുടെ സഹായം തേടി. അവരായിരുന്നു രവിയും ദാസും. സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം ദാസും രവിയും റാമിന്റെ വീട്ടിൽ ചെന്ന് റാമിനെ ക്രൂരമായി മർദ്ദിച്ചു. റാം വേദന സഹിക്കാനാവാതെ ആരാ നിങ്ങൾ, എന്തിനാ എന്നെ അടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടേക്ക് അബി വന്നു. നീ കല്യാണം കഴിക്കാൻ പോകുന്നില്ലേ? നിന്റെ മുറപ്പെണ്ണ് അവനിയുടെ കാമുകനാണ് ഞാൻ. ഞങ്ങൾ 2 വർഷമായി പ്രണയത്തിലാണ്. ഞങ്ങൾക്കിടയിൽ എല്ലാം കഴിഞ്ഞു. പാവം അവനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. പക്ഷെ നിന്റെ അച്ഛൻ എന്തോ സഹായം ചെയ്തതുകൊണ്ട് അവൾ ഇഷ്ടമില്ലാതെ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതാണ്. ഇതെല്ലാം കേട്ട് നീ ഇപ്പോൾ അവനിയെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ അവൾ കാരണം കല്യാണം മുടങ്ങി നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കണം. പക്ഷെ ദാമ്പത്യം പാടില്ല. അവളോട് സ്നേഹത്തോടെ പെരുമാറിയാലോ അവളെ തൊട്ടാലോ അപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊല്ലും. നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നടക്കണം. 1, അവനിക്ക് നിന്നോട് വെറുപ്പ് തോന്നണം. 2, കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ നീ ഡിവോഴ്സിന് അപേക്ഷിക്കണം. അതിന് അവനിയും സമ്മതിക്കണം. 3, അവനെ പൂർണ്ണമായും എനിക്ക് സ്വന്തമാകണം. ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ റാം അവൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് സമ്മതിച്ചു. യഥാർത്ഥത്തിൽ റാമിന് അവനിയെ ജീവനായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു റാം ഇതേ കാര്യം തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ പ്രീതിക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ട പ്രീതി എങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം എന്ന് പറഞ്ഞു. അതിന് റാം അവൾക്കും എന്നോടുള്ള കല്യാണത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്ത് ഡിവോഴ്സ് കൊടുക്കുന്നതാണ് ശരി. അപ്പോഴെങ്കിലും അവന് സന്തോഷമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അബി തങ്ങളുടേത് 2 വർഷത്തെ പ്രണയമാണെന്നും അവനിക്ക് റാമുമായുള്ള കല്യാണത്തിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതും റാം വല്ലാതെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവനിക്ക് താല്പര്യമില്ലാതെ ഈ കല്യാണം കഴിച്ച് അവളെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്ന് കരുതി അബി പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് റാമും പ്രീതിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് അവനെ കാണുന്ന രീതിയിൽ അഭിനയിച്ചത്. ഇതെല്ലാം കണ്ട അവനി തന്റെ ഭർത്താവ് റാമിനും പ്രീതിക്കും അവിഹിതമുണ്ടെന്ന് വിശ്വസിച്ചു. ഒരു വശത്ത് അതെല്ലാം സത്യമാണെന്ന് കരുതി അവനിയും, മറുവശത്ത് അവനി തന്നിൽ നിന്ന് അകന്നു പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ് റാമും ഒരുപാട് വിഷമിച്ചു. അവനിയെ ഫ്രിഡ്ജിൽ വെച്ച ദിവസവും പുറത്ത് അബിയും റാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉള്ളിൽ അവനി വേദനിക്കുന്നത് കണ്ട് ഇരുവരും ഒരുപാട് വിഷമിച്ചു. റാമിനോട് അവനിക്ക് വെറുപ്പുണ്ടാകാൻ വേണ്ടിയാണ് അബി റാമിനെ കൊണ്ട് അവനിയെ ഫ്രിഡ്ജിൽ വെപ്പിച്ചത്. പ്രീതി നടന്നതെല്ലാം പറഞ്ഞിട്ട് നീ വിചാരിക്കുന്നത് പോലെ റാം എന്നെയല്ല ഒരു പെണ്ണിനെയും സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കുകയുമില്ല. കാരണം അവൻ ഓർമ്മ വെച്ച കാലം മുതൽ നീയാണ് അവന്റെ ലോകം അവനി. ഇതെല്ലാം കേട്ട് അവനി വികാരാധീനയായി. യഥാർത്ഥത്തിൽ അന്ന് സ്കൂളിൽ വെച്ച് റാം പ്രീതിയോട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നില്ല. മറിച്ച് അവനിയെ എങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് പ്രീതിയോട് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അത് കണ്ടാണ് അവനി റാം പ്രീതിയെ സ്നേഹിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചത്. അന്ന് പ്രീതിക്ക് കല്യാണം ഉറപ്പിച്ചതുകൊണ്ടുള്ള ദേഷ്യത്തിലല്ല അവൻ ഫോൺ തകർത്തത്. അബി ഫോൺ ചെയ്ത് 3 മാസം കഴിഞ്ഞു. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണം എന്ന് പറഞ്ഞിരുന്നു. അവനിക്ക് ഡിവോഴ്സ് കൊടുത്ത് അകന്നു പോകാൻ ഇഷ്ടമില്ലാതിരുന്ന റാം മരിക്കാൻ തീരുമാനിച്ച് കത്തി കൊണ്ട് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് അവനെ രക്ഷിച്ചതും റാമിനോട് തനിക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതും. അത് കേട്ടപ്പോഴാണ് റാമിന് യഥാർത്ഥ സത്യം മനസ്സിലായത്. അവന് ശരിക്കും തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അബി പറഞ്ഞതെല്ലാം നുണയാണെന്നും. അതോടെ റാം ഒരുപാട് സന്തോഷിച്ചു. അടുത്ത ദിവസം രാവിലെ അവനി മാർക്കറ്റിൽ പോയപ്പോൾ അബി രവിയെയും ദാസിനെയും കൂട്ടി അവിടേക്ക് വന്ന് റാമിനോട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. അതിന് റാം അവനിക്ക് എന്റെ ജീവനാണ്, എനിക്ക് സത്യം മനസ്സിലായി, ഇനി ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അതോടെ അബിയും രവിയും ദാസും ചേർന്ന് റാമിനെ അടിച്ച് ബലമായി വായിൽ വിഷമൊഴിച്ചു കൊന്നു. അപ്പോഴേക്കും റാം പ്രീതിക്ക് ഫോൺ ചെയ്ത് അവനിക്ക് എന്നെ ജീവനാണ്,
അഭി പറഞ്ഞതെല്ലാം നുണയാണ്. അതുകൊണ്ട് നീ ഉടൻ വീട്ടിലേക്ക് വാ, അവളോട് നടന്നതെല്ലാം പറയാമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അവിടേക്ക് വന്ന പ്രീതി റാം കൊല്ലപ്പെടുന്നത് കണ്ട് ഞെട്ടിപ്പോയി. റാമിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പ്രീതിയുടെ തലയിൽ ശക്തിയായി അടിച്ച് അവളെയും ബോധരഹിതയാക്കി. പ്രീതിയും മരിച്ചെന്ന് കരുതി അവളുടെ ശരീരം അലമാരയിൽ വെച്ച് അവർ അവിടെ നിന്ന് പോയി. കഥ ഇനി പ്രസന്റിൽ. അഭി വേദനയോടെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും അത് നിനക്ക് വേണ്ടിയായിരുന്നു അവനി. ആദ്യം വിഷമിച്ചാലും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം മറന്ന് എന്നോടൊപ്പം സന്തോഷമായിരിക്കുമെന്ന് ഞാൻ കരുതി. അതിന് അവനി പറഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞാൽ മറക്കാൻ അവൻ ഓർമ്മയല്ല, എന്റെ ജീവിതമാണ്. സ്നേഹം എന്നാൽ നമുക്ക് സ്നേഹിക്കുന്നയാൾ എവിടെയായിരുന്നാലും സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ആ സന്തോഷം തട്ടിപ്പറിച്ചെടുത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതല്ല അഭി. ഇതും പറഞ്ഞ അവനി അഭിയെ കെട്ടിപ്പിടിച്ച് വിഷമത്തോടെ കത്തി കൊണ്ട് അഭിയുടെ കഴുത്തിൽ കുത്തിക്കൊന്നു. അഭിയുടെ ശവശരീരം അവൻ കുഴിച്ച കുഴിയിൽ തന്നെ കുഴിച്ചിട്ടു. അടുത്ത സീനിൽ റാമിനെ കൊല്ലാൻ അഭിയെ സഹായിച്ച് രവിയെയും ദാസിനെയും കൊല്ലാൻ തീരുമാനിച്ച അവനി അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രവി സ്ഥിരമായി വേശ്യകളുടെ അടുത്തേക്ക് പോകുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ പ്ലാൻ പ്രകാരം അവനി അവിടേക്ക് പോയി രവിയോടൊപ്പം റൂമിൽ ചെന്ന് അവനെ കൊന്നു. ദാസ് കഞ്ചാവ് കടത്തുകാരനാണെന്നറിഞ്ഞ് കഞ്ചാവ് വേണമെന്ന് പറഞ്ഞ് ദാസിന്റെ അടുത്തേക്ക് പോയി. പ്ലാൻ പ്രകാരം ദാസിനെ തന്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി അവനെയും കൊന്നു. അങ്ങനെ റാമിനെ കൊന്നവരോട് അവൾ പ്രതികാരം ചെയ്തു. എന്നാൽ ഇവിടെയാണ് സിനിമയുടെ അവസാനത്തെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. ദാസിന് ഫ്രൂട്ട് ജ്യൂസിൽ വിഷം കലർത്തി നൽകി അവൻ കുടിച്ച് മരിച്ചതിനു ശേഷം താൻ ജീവന തുല്യം സ്നേഹിച്ച മുറിച്ചെറുക്കൻ റാം മരിച്ചതോടെ താനും അവന്റെ അടുത്തേക്ക് പോകണമെന്ന് കരുതി അതേ വിഷം കലർത്തിയ ജ്യൂസ് കുടിച്ച് അവനെയും മരിച്ചിരുന്നു. ഒടുവിൽ മരിച്ചുപോയ റാമിന്റെയും അവനിയുടെയും ഫോട്ടോകൾ നോക്കി റാമിന്റെ അച്ഛനും അവനിയുടെ അച്ഛനും ഒരുപാട് ദുഃഖിക്കുന്നു. അതോടെ ഈ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.